അമ്മ ഞാൻ പറഞ്ഞല്ലേ ഷഡ്ഡി മഴ പെയ്യുമ്പോ അത്തെടുത്തടാ ഞാൻ എന്നിട്ടുണ്ട് പോയിനി ഞാൻ കുഞ്ഞിനോട് പറഞ്ഞാളാ. എടി കുഞ്ഞേ, എടി കുഞ്ഞി കുഞ്ഞി നീ ഇവിടെ വന്നേ. എന്താടാ ഇതെന്തുന്നത്? ഞാൻ എന്നിട്ടുണ്ട് പോയിനി. എടാ മറന്നു എടാ ഞാൻ. നിനക്ക് ഇട്ടുണ്ടോനൊന്നും ഇല്ലേ? സുഖഭൂമിയിലൊന്നും ഉടുക്കാതെയാണ്, അതുകൊണ്ട് ഇന്നൊരു ദിവസം തന്നെ ബാധിക്കാതൊക്കെ എനിക്കറിയാം കേട്ടാ. പൊന്നോ, ഷഡ്ഡിടാതെ പോണേനാണ് ഇത്രയും വലിയ ഡയലോഗ്. ഒന്ന് പോടൊക്കെ കൊടുത്തു നിനക്കായിരുന്നില്ല ചക്കപ്പുഴുക്ക്. എന്താ വേണ? ഈ മഴയത്ത് എന്താടാ പുറത്ത് അകത്ത് കയറിയിരുന്നൂടെ? ഓ വേണേ കേറി. ഓ ഞാൻ പറയാനുള്ളത് പറഞ്ഞു. പാച്ചാ, ഞാൻ നിന്റെ മടിയിൽ കയറുന്ന വണ്ടി ഓടിക്കട്ടെ. അപ്പൊ സൂചിച്ചേട്ടൻ അവിടെ ഇരിക്കും. സുഖച്ചേട്ടൻ വരുമ്പോഴല്ലേ, അപ്പൊ നോക്കാം. ഈ മഴയുള്ളപ്പോ പുറത്തൊന്നും പോണ്ട. ഇത്രയും ബുദ്ധിമുട്ടി അങ്ങോട്ടാ? എടാ ഒന്ന് കേറി ഇട പാച്ചോ. ഒന്ന് കേറി 3 പേരും കൂടി ബൈക്ക് പോകണ്ട. നിന്റെ ഷുഗർ ഡാഡിയിലെ അയ്യേ ഷുഗർ ഡാഡിയാ? എന്താ ഷുഗർ ഡാഡി? മുതലാളി. ഓ പോടാ, ഞങ്ങൾ തൊഴിലാളി മുതലാളി വന്നോന്നല്ല. മാർക്കറ്റ് വഴി പോയാൽ മതി. കുഞ്ഞായി രാവിലെ വള്ളിയൊന്നും പിടിക്കില്ലേട്ടാ, വണ്ടി എടുക്കാൻ പോകണം. ഓ നാളെ വന്നിരിക്കുന്ന സാൻഡ്വിച്ച് അടിച്ച് പോകണ്ടല്ലോ, ബുള്ളറ്റിൽ പോവാം അല്ലേ സുചേട്ടാ? ഓ ഞാൻ താക്കിന്ന് സീറ്റിലേക്ക്. ഈ കായർക്ക് പ്രാധാന്യമുള്ള പാട്ടെങ്കിലും ചന്ദ്രേട്ടാ, നിങ്ങളുടെ പ്രായമുള്ള ക്ലവർ അടിച്ചപ്പോ ഇവിടെ ഒന്ന് ഞങ്ങളെ തന്നു പോയി വെക്കണം. എന്നാ ഞാൻ മേടിച്ചത് കുപ്പിയായിട്ടങ്ങ് പൊക്കോട്ടെ. കൊടുത്തത് പ്രായമുള്ള എന്നിട്ട് കുപ്പിയുടെ കണക്ക് പറഞ്ഞു വന്നേക്കണേ. ഞാൻ പണിക്ക് പോയി കാശ് കൊണ്ട് മേടിച്ചതല്ലേ. സുചേട്ടാ ഒന്ന് ഒരുപാട് ഇറണ്ടി വരുമല്ലോ. കേരളത്തെങ്കിലും ഒത്തുവിടും ചേട്ടാ. എനിക്ക് സൂചേട്ടൻ വലിയ കൊല ഇട്ടല്ലോ. എന്റെ കരിക്ക് തന്നാക്കേ സൂചേട്ടാ. തേങ്ങ ഇടല്ലേ, ഞാൻ കരിക്കെടുക്കാൻ വരുവാണ്. അയ്യോ എടാ ഓടി വേടാ. വിളിക്കാം. ഇവിടെ എത്ര നേരം ഇങ്ങനെ ഇരിക്കാനാ? വീട്ടിലും കയറാൻ പറ്റാത്ത അവസ്ഥയായല്ലോ. കുറച്ചേരത്തെ കാര്യമുള്ളൂ. പിന്നെ ചേട്ടാ, പ്രേമാവുമ്പോ നമ്മൾ കുറച്ച് റിസ്ക് ഒക്കെ എടുക്കണം. മെനങ്ങാന്നല്ലേ നമ്മള് പ്രേമായ. അതിന് ഇത്ര റിസ്ക് എടുക്കേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിന്റെ വീട്ടുകാരാണെങ്കിൽ എൻ്റെ ഓഫീസിലും വീട്ടിലും എല്ലാം കയറി നിരങ്ങുമോ? ഇവിടെ എന്തായാലും വരൂല. ഇങ്ങോട്ട് പേടിച്ചു തോന്നി. അയ്യോ ഇവിടെ ഇവക്കൊരു പണി അറിയാൻ പാടാ. വേറെ ഡോക്ടർമാരെങ്കിലും വിളിക്കണം. ഹലോ ഹലോ, ഡോക്ടർ എവിടെയാ? ഞാൻ സൂചേട്ടൻ എങ്ങനെ കൊണ്ടുവന്നേക്കുന്നു. ഇനി എന്താ വേനുണ്ടോ? വേനുണ്ട്, കൈക്ക് കാലം എല്ലായിടത്തും വേനുണ്ട്. സൂചേട്ടൻ ശ്രദ്ധിക്കണ്ടേ? പോടി കൊടുത്തു അവിടെ കിടക്കണം. എടാ വീട്ടിൽ പറഞ്ഞോടാ. അയ്യോ അമ്മൂന്ന് അലമ്പുണ്ടാക്കും. നിങ്ങൾ പോക്കോ, അലമ്പാക്കും, ഉറപ്പാണ് അലമ്പുണ്ടാക്കുന്നു. വിളിക്കാ പോ. എടാ നീ പോളേ. ഞാൻ പോകുന്നില്ല സൂചേട്ടാ, ഞാൻ എവിടെ ഇരുന്നോളാം. അമ്മൂന്ന് ചകളടിച്ച് വിളിക്കൂട്ടെ, വേണേ പോക്കോ നീ. ഇതെന്തത്? തട്ടില്ലല്ലോ സൂചേട്ടാ. ആൾക്കാരോട് കൂടുന്നു. കുപ്പിയെടുത്ത് വെച്ചാ? അയ്യോടാ, അടച്ചേന് വെച്ചാ? വച്ചുണ്ടാവും. അടച്ചില്ലെങ്കിൽ അവന്മാരെ അടിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇന്നൊരു ലഹരി വിരുദ്ധ പോസ്റ്റ്. നിന്റെ വീട്ടുകാര് കല്യാണം കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഇല്ലായിരിക്കല്ലേ? എന്ത് കുഴപ്പം?
കല്യാണം കഴിഞ്ഞാണ്ട് കുട്ടികളൊക്കെ ആയാലും ഓക്കെ. ഈ 2 കുട്ടികള് സ്പീഡ് പോടാ. പുറകോട്ട് നടക്കുമ്പോ ഇത്ര സ്പീഡാ പറ്റും. അയ്യോ, ദേ മുണ്ട മുഴുവൻ ചെളി. ഇതുകൊണ്ട് എന്നെ എക്സൈറ്റേഷൻ തെറി വിളിച്ചു. ഞാൻ അയ്യോ, എന്റെ മോനെ അയ്യോ സൂചേട്ടാ, സൂചേട്ടൻ എന്താ പറ്റി? നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അറിഞ്ഞപ്പോൾ തന്നെ സന്തോഷമായി. അവക്ക് ഈ ഒരു പ്രേമം മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂന്നേ. ആ, ഇനി ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഞാൻ അവളോട് സംസാരിച്ചു, അവക്ക് കല്യാണത്തിന് സമ്മതം. അവന് ഓടിക്കളഞ്ഞടി. അശ്ശേ, ഒറ്റ ഓട്ടം. പാവം. അല്ലെങ്കിലും നിന്റെ ഈ ഫാമിലി ബാങ്കോട് വെച്ചിട്ടേ ഇങ്ങനത്തെ മെമ്മറി സെറ്റ് ആവില്ല. ശരിയാടി. നീ വല്ല ഗുണ്ടുകളെയും പ്രേമിക്കണം. എന്തൊരു ഐഡിയ അടി. നീ എന്തിനൊക്കെ ഐഡിയ ഒക്കെ പറഞ്ഞിരുന്നേ? എനിക്കൊരു റാപ്പർ ആവണം. നീ രക്ഷപ്പെട്ടു വേണം എനിക്ക് രക്ഷപ്പെടാൻ. ആണല്ലേ? നീ എനിക്ക് ഇങ്ങനെ ഐഡിയ പറഞ്ഞതിന് പകരം നിനക്ക് വല്ല ഡാപ്സിക്കോ ഹനുമാൻ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചൂടെ? ബിഗ് സ്റ്റോപ്പാ. അങ്ങോട്ട് പറയും, ഇങ്ങോട്ട് വേണ്ട കേട്ടാ. വേണ്ട, ഗുണ്ടയല്ലേ, കണ്ടുപിടിച്ചാ അടങ്ങ്. ആക്സിലേറ്റർ ടൈറ്റാ, സീറ്റ് ഹാർഡാ, ഫുള്ള് ഗ്യാപ്പാണല്ലോ. കണ്ണാടി കൊള്ളാം. ഇടർക്കടാ എന്നോട് പ്രാന്തരല്ല കേട്ടോ, എല്ലാം കൂടി വലിച്ചോർത്ത് പള്ളേ കളഞ്ഞ. നീ പോയടങ്ങ്. എടാ കീങ് എടുത്തേ. എന്തിന്? എന്റെ വണ്ടി ഞാൻ ഓടിക്കോളൂ. ഒന്ന് ഓടിച്ചു നോക്കട്ടെ, വല്ല കുഴപ്പമുണ്ടോ നോക്കാലോ. ഓടിച്ചോക്കി കുഴപ്പമുണ്ടെന്ന് പറയുന്നത് വർക്ക്ഷോപ്പ് ഒന്നല്ല, കാറ്ററിംഗ് അല്ലേ? ഒറ്റക്കാലയിലാണേലും അഹങ്കാരത്തിന്. സ്വാതന്ത്ര്യ സമരത്തിന് പോയിട്ടൊന്നുമല്ലല്ലോ, കള്ളുടിച്ചത് എങ്ങനെ വേണല്ലേ? വയ്യാത്തൊരു കൊച്ച്. സുജിത് കുമാറിനൊരു കത്തുണ്ട്. ഞാനൊന്നുമല്ല സുകുമാർ. ഹലോ, അത് ഞാനാ. ഇത്ര അടിപൊളി പേരുണ്ടായിരുന്നോ സൂചേട്ടൻ ഇത് ഇട്ട പേരിട്ട്? ഇതെന്റെ മരിച്ചുപോയ കൂട്ടുകാരന്റെ പേരാ, എന്റെ സുഖു. അമ്മ മാങ്ങ കൊണ്ടവളെ. ഒരു മിനിറ്റ് പോലേട്ടാ ചക്കയുടെ ആരാ. ഇത്ര എണ്ണം ഉണ്ടായിട്ടാണോ സൂചേട്ടാ? അന്ന് വന്ന കല്യാണക്കാരി എന്തായി മോളെ? അത് പോയി, വേറെ നോക്കുന്നുണ്ടമ്മ. ആലോചിക്കുമ്പോ ടെൻഷനാ. നമുക്ക് ഈ മനുഷ്യന്മാരുടെ ഉള്ളിൽ കാണാനൊന്നും പറ്റില്ലല്ലോ. അതും ശരിയാ. നീ കണ്ടറിഞ്ഞു ചെയ്യും മോളെ. സുഖിച്ചേട്ടന്റെ ഉള്ളാകുമ്പോ ഈ പഞ്ചായത്ത് മൊത്തം കണ്ടതാണല്ലോ. എടാ ഞാൻ പോണേ. അമ്മ പോട്ടെ, വേഗം വാ. എന്തി പോയ കിളിയൊക്കെ ഇന്ന് ഇപ്പൊ ഇവിടെ വെച്ച് കാശ് തന്നാ നിന്റെ പ്രശ്നം. എല്ലാം ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ തല ഇവിടെ കിടന്നു. ഉറപ്പല്ലേ? അയാൾ ഓക്കെ ആയിരിക്കല്ലോ അല്ലേ? അയാള് കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ നീ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കണം അപ്രോച്ച് ചെയ്യേണ്ടത്. സ്റ്റെപ്പ് 1 ചിരി, സ്റ്റെപ്പ് 2 നമ്പർ വയ്ക്കണം, സ്റ്റെപ്പ് 3 പ്രേമം, സ്റ്റെപ്പ് 4 ഒളിച്ചോട്ടം,
ഇന്നിപ്പോ സ്റ്റെപ്പ് 1 മാത്രം മതി. പൊക്കോ. തിരിച്ചേക്കണേ. എന്താടാ എടാ നീ കരഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമില്ല. എനിക്ക് അങ്ങനെ യാതൊരു വികാരവും ഇല്ല. മനസ്സിലായോടാ? എന്താടാ മധുര മധുര മൃദു മമ മീനാക്ഷി. എനിക്ക് ചേട്ടനോട് ഭയങ്കര ആരാധന. മധുര മധുര മൃദു മമ മീനാക്ഷി. ഈ ആരാധന എന്ന് വെച്ചാ ഈ പ്രേമം. പ്രേമം. പ്രേമം എന്തോടെ നോക്കണ? എന്ന് മുതലാണ് ഈ പ്രേമം? ചേട്ടന്റെ നമ്പർ എന്ന് പറഞ്ഞേ? 8606600. ഓക്കേ, ഓക്കേ. അല്ല ഞാൻ വിളിക്കാട്ടോ. അപരിചിതമായ സ്ത്രീക്ക് നമ്പർ കൊടുക്കണ്ടായിരുന്നു. ആശാനകത്ത് ഉപ്പലോടച്ചിട്ട് പറ. നീ എങ്ങോട്ട് പാടാ? ഗൂഗിൾ പേ ചേട്ടാ. ഇതാണ് നിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഈവൻ ഇത്രയൊക്കെ മതി. കൊട്ടാരക്കര കുണ്ടാവിള വീട്ടിൽ ബാബുവിന്റെയും രാധയുടെയും ഇളയ മകനായ ശ്രീജിത്ത് ബാബു മോനുസിന് സുഗു സുജിത് കുമാർ ആൻഡ് ഫ്രണ്ട്സിന്റെയും അനിത സ്റ്റിക്കർ വർക്കിന്റെയും ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു ശ്രീജിത്ത് ബാബു. ഒന്ന് അനങ്ങി ചെയ് സൂചേട്ടാ. ഏത്? ഇത് ഈ അവസാനത്തെ മറ്റേ അനങ്ങി ചെയ്യാൻ. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. എന്റെ പൊന്നു സുമേ, ഇതിന് നന്നാക്കാനൊന്നും പറ്റൊന്നുമില്ല. ഇതിന്റെ മോട്ടറൊക്കെ പോയി. ഒരു പഴയ മോട്ടർ വെച്ച കുഞ്ഞായി. ഇനി ഈ മിക്സിയുടെ ആകെയുള്ളത് ഇതാ. അതൊന്നും എനിക്കറിയണ്ട. എനിക്ക് വൈകുന്നേരം ചമ്മന്തി അരയ്ക്കാനുള്ള ചമ്മന്തി ഞാൻ വീട്ടിൽ നിന്ന് തന്നാൽ മതിയോ? എന്നെ ഇന്നൊന്ന് രക്ഷപ്പെടുത്താൻ. അതൊരു 7:30 ആകുമ്പോ കൊണ്ടുവന്നാ മതി. 7:30. ഞാൻ തമാശ പറഞ്ഞതാ. ബാബു മോനുസ്. ഇതിങ്ങനെ തുറന്നു വെച്ചോണ്ടുള്ള കാര്യമുണ്ടോ സൂചേട്ടാ? അതെ, ഈ ഫോണിന്റെ ബാക്കിൽ ഫോട്ടോ പ്രിന്റ് ചെയ്യുന്നൊരു മിഷൻ വരുന്നുണ്ട്. അത് വന്നാൽ പിന്നെ ഞങ്ങളെ പിടിച്ചാൽ കിട്ടത്തില്ല. ബാക്കിൽ ഇങ്ങനെ വരും കവർ. സൂചേട്ടാ, എനിക്ക് വീട്ടില് കല്യാണം നോക്കുന്നുണ്ട്. നല്ല ചെറുക്കന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ പറ. വലിയ വരുമാനമുള്ള കടയൊന്നും വേണമെന്നില്ല. എനിക്ക് ജോലിയുണ്ടല്ലോ. ശരിയാണ്. മാങ്ങാ ചമ്മന്തി മതിയേ. 7:30. നല്ലൊരു പയ്യനെ കണ്ടുപിടിക്കണോടാ. നമ്മുടെ പരിചയത്തിൽ ആരെങ്കിലും പയ്യന്മാരുണ്ടാവും? എടാ എന്നോട് അവളുടെ വീട്ടിൽ ചെന്ന് പെണ്ണു വയ്ക്കാനാ പറഞ്ഞത്. ഈ ചേട്ടൻ്റെ കടയിൽ ഒരു കുഴപ്പമില്ലെന്ന്. ഇടത് സുധാകരന്റെ പെങ്ങളാണ്. സുധാകരന്റെ പെങ്ങൾ എന്ന് പറഞ്ഞാൽ എന്റെ പെങ്ങളാണ്. പിന്നെ കടയുടെ ഈച്ചിരിക്കണ കേസൊക്കെ നാളെ കോയമ്പത്തൂർ പ്രിന്റർ കൊണ്ട് വരുമ്പോഴേക്ക് മാറും മൊത്തം. കോയമ്പത്തൂരാണ്. ഞാനും കൂടി ട്രെയിൻ വന്ന് തിരിച്ച്. ട്രെയിനാ? ബുള്ളറ്റ് ഉള്ളപ്പോഴാ? എടാ ബുള്ളറ്റിന് പോടാ. നമ്മൾ രണ്ടുപേരും കൂടി. അപ്പൊ ഇവനെ കൊണ്ടുപോണ്ടേ? അവനെ കൊണ്ടുപോകാം. അവനെന്തിനും ആവശ്യത്തിന് ഉപയോഗിക്കാലോ. എടാ ഞാൻ മാത്രം വേണ്ടി എടുക്കാം. തമിഴ്നാട്ടിലെ കല്ലുണ്ട് ടെസ്റ്റ് ചെയ്യാം. എന്നാ രാവിലെ പോയേക്കാം. നീ മാത്രം വേണ്ടി എടുക്ക. പ്രായം കൊണ്ടല്ലടാ അപ്പഴത്തെ വീട്. എടാ നീ നമ്പർ കറക്റ്റ് ആയിട്ടാണ് കൊടുത്തത്? ആശാന്റെ നമ്പർ ഞാൻ തെറ്റിക്കും. ഇല്ലടാ, നീ എന്തൊരു സ്പീഡിലാടാ പറഞ്ഞ് ഒന്നും മനസ്സിലായി കാണൂല. ഇല്ല ആശാന്, ഇതിലെന്താണ്ടൊക്കെ ഒരു കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ പിന്നെ അവളെ പോലത്തെ ഒരു പെങ്കൊച്ചക്ക ആശാനെ പോലത്തെ ഒരു നാറിനെയൊക്കെ പ്രേമിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ആ ചിലപ്പോ ഇനി വല്ല ഇൻഷുറൻസ് ഏജന്റ് വല്ലതും ഒക്കെ ഇരിക്കും. അങ്ങനെയാണെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ വല്ല പോളിസിയുടെ കാര്യമൊക്കെ പറഞ്ഞ് വിളിക്കും. ഡേ അവളെന്നെ കണ്ടപ്പോ ചിരിച്ച ചിരി കണ്ട?
ആ ചിരിയിലുണ്ടായിരുന്നടാ അവൾക്ക് എന്നോടുള്ള ലവ്. പിന്നെ അത് കണ്ടിട്ട് എനിക്ക് ആശാനെ കളിയാക്കിച്ചിരിക്കണായിട്ടാ തോന്നിയത്. ഇവൻ ഭയങ്കര നെഗറ്റീവാണ്. ഇങ്ങനെ താടാ അവളായിരിക്കോ? ഹലോ ഹലോ പീറ്ററുടെ അല്ലേ? ആ ഞാനാ ചേട്ടന്റെ ഷീബ. നമ്മുടെ ബന്ധം അടുത്ത ലെവലിലേക്ക് പോകാൻ സമയമായിരിക്കുന്നു. ഓ ഞാൻ വിളിച്ചോളാം. ചക്കര ഉമ്മ. ആയിക്കോട്ടെ. ചക്കര ഉമ്മ. ആശാന് ചേച്ചി എന്താ പറഞ്ഞു? പീറ്റർ ഏട്ടനല്ലേ? നമ്മളുടെ പ്രേമം നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള സമയമായി. നാളെ വിളിച്ചോളാം. ചക്കര ഉമ്മ. ഇതെന്തത്? ഞാൻ എന്താ ഗൾഫിൽ പോണം? നീ കുറെ വർഷം കൂടി വീട്ടിൽ നിന്ന് മാറിയേക്കണല്ലേ, അതുകൊണ്ടാ. എടുത്തോണ്ട് പോയതൊന്നും വേണ്ട. സൂചേട്ടാ അച്ചാർ വേണമെങ്കിൽ. അച്ചാറെടുത്തേക്കല്ലേ ചോറുപ്പ് തിന്നാ. അച്ചാർ മതി, ഉണ്ടോ വേണ്ട. നടാ. എടാ സുഖു, ഞങ്ങൾ അടുത്ത ആഴ്ച കുടുംബശ്രീന്ന് ടൂർ പോട്ടാ. അപ്പോഴത്തേക്ക് നീ വരില്ലേ? പിന്നെ ഞാൻ മറ്റന്നാൾ വരൂലേ? ആ മഴയൊക്കെ ഉള്ളതല്ലേ, ബൈക്കിലൊന്നും പോണ്ട. നമ്മുടെ കമ്പനി വണ്ടി എടുത്ത് പോയിക്കോ. പക്ഷേ എവിടെങ്കിലും പോകാണ്ടിറങ്ങി അപ്പം തുടങ്ങിക്കോളൂ. ഞങ്ങൾ എങ്ങനെയെങ്കിലും പൊക്കോളാം. പൊക്കോ പൊക്കോ. കമ്പനിയുടെ മോട്ടർ ഒന്ന് ഓൺ ചെയ്തേ. അമ്മക്ക് ഉറക്കൊന്നുമില്ലെന്ന്. സ്വിച്ച് പോണേ. ഹലോ സുഖു. എടാ ഇവിടെ എത്തിയിടാ. എടാ ഞാനേ ഉദ്ദേശിച്ച വണ്ടി കിട്ടിയില്ല. നമുക്കേ വേറെ ദിവസം പോവാം. എന്ത് പരിപാടിയാടാ? ഞാൻ വല്ല ട്രെയിനും പോകില്ലായിരുന്നു. ആണോ? എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ആ പാച്ചനങ്ങ് ഒഴിവാക്ക്. നമുക്ക് ഒരുമിച്ച് പോവാം. കുഞ്ഞായി, നീ വരണ്ട. ആരാടത്? ആരാ? എനിക്കറിയാൻ പാടില്ലട്ടാ. ആരാണ്? സ്ത്രീയാണല്ലോ. ആണല്ലേ? ഇതെന്താണിത്? വീണ്ടും വീണ്ടും ചിക്സാ. അതിനിപ്പോ എന്താണ്? ആശാൻ സുന്ദരന് ചേച്ചി. എടാ ഇവള് മറ്റന്നാളിലെ വരാന്ന് പറഞ്ഞ. ഇനി ഇന്നാണ് മറ്റന്നാള്. ഇന്നൊന്നുമില്ല, മറ്റന്നാള്. എടാ അത് മറ്റന്നേല്ലേ? മറ്റന്നേണ്. അത് മറ്റന്നേണ്. പേരെന്തായിരുന്നു അവളുടെ പേര്? ആശാൻ എന്താണ് ഈ ആലോചിക്കണം? അവളൊന്ന് വിളിച്ച് എണീപ്പിക്ക്. എടാ അവളുടെ പേരെന്തായിരുന്നു? ഇവളുടെ പേര് എനിക്കറിയരുത്. എടാ എന്താണ് ചാവച്ച് എന്താണ്ട് ഒരു പേരായിരുന്നു. എന്തെങ്കിലുമൊക്കെ വിളിച്ച് അവളൊന്ന് എണീപ്പിക്ക ആശാനെ. എടാ നമ്മൾ വിശ്വസിച്ച് ഒരു പെണ്ണിറങ്ങി വന്നിട്ട് അവളുടെ പേരറിയില്ലെന്ന് വെച്ചാൽ മോശമല്ലടാ. എന്റെ പൊന്ന് പാച്ച, സ്ഥലമില്ലാത്ത സ്ഥലത്ത് ഓരോ സാധനം മേടിച്ചോണ്ടെന്ന് ഇതൊക്കെ ചുമന്നോട് എടുക്കണേ. എന്തൊരു കഷ്ടമാണ്. ഇതാരത്? രാജസ്ഥാനിലെ രാജാവാ. ആ രാര. പാച്ച രണ്ടെണ്ണം അടിക്കണ്ട കോയമ്പത്തൂർ വന്നിട്ട്. വാ സൂചേട്ടാ, ചേട്ടൻ പറഞ്ഞിട്ടില്ല ഞാൻ നിർത്തിയത്. എന്നിട്ട് ഇപ്പൊ ചേട്ടൻ തന്നെ എന്നെ കൊണ്ട് അടുപ്പിക്കാൻ പോവാണോ? പാച്ച, ഈ ജീവിതം എന്ന് പറയണതേ ചിലപ്പോഴൊക്കെ ആഘോഷിക്കാൻ കൂടിയുള്ള, ചിലപ്പോഴൊക്കെ ഇന്നാണ് നിന്റെ ചിലപ്പോഴൊക്കെ. വാങ്ങട പാച്ച. ഇനി അടിക്കണമല്ലോ. താങ്ക്സ് ചേട്ടാ. ചിലപ്പോഴൊക്കെട്ടാ. ലാസ്റ്റ് പെക്ക്. ആ സൂചേട്ടാ ഒരെണ്ണം മേടിച്ചാലോ? ചിലപ്പോഴൊക്കെ. ഇതിപ്പോ എത്ര നേരം ആശാനി കിടന്ന് ആലോചിക്കാൻ തുടങ്ങിയിട്ട്. പേരറിയാൻ പാടില്ലെന്നല്ലേ ഉള്ളു. അവളൊന്ന് തോണ്ടി വിളിച്ച് എണീപ്പിക്കാൻ പാടില്ല. ആ ഒന്നും ശരിയാവില്ല. എന്താണ് ആശാനെ? കെട്ടാമണ പെണ്ണല്ല ആശാൻ.
അങ്ങോട്ട് തട്ടി വിളി ആശാനെ. ഞാൻ മോളെ ചക്കരയാ. അതിപ്പോ ഞങ്ങള് ജസ്റ്റ് നോ ഇപ്പൊ വന്നുള്ളൂ. ആ കുട്ടി പറഞ്ഞോളൂ. ജാഫറാണല്ലോ. ജാഫറെ അണത്തിനിടെ എങ്ങനെയാണ് ഞാൻ ഡീൽ ചെയ്തോളാം. എന്താന്ന് വെച്ചാൽ ജാഫർ എന്നെ കൈവിടില്ലല്ലോ അല്ലേ? ഒരിക്കലും കൈവിടില്ല. അത് മതി. പേര് ഷിബ ബേബി. ബേബി. ബേബി അതാണ് എന്റെ ഡാഡി, റിയൽ ബേബി. ഡാഡി 2 minutes. വിട്ടേ മോളെ.